Hi all. In the previous session we were learned about lattices and how we can check whether the given set is a lattice or not based upon the SI diagram. So now let us see what are the different types of lattices. First one is complete lattice. A complete lattice is a lattice if each of its non-empty subset has a least upper bound and a greatest lower bound. Complete lattice is called a lattice is called a complete lattice if each of its non-empty subset has a least upper bound and a greatest lower bound. ഇപ്പോൾ കംപ്ലീറ്റ് ലാറ്റിസസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കൊരു സെറ്റ് തന്നിട്ടിട്ട് ഓക്കെ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ഒരു സെറ്റ് തന്നിട്ടുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് സബ്സെറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ആ സബ്സെറ്റിലുള്ള ഓരോ പെയേഴ്സ് വെച്ചിട്ട് നോക്കുക. ആ സബ്സെറ്റിലുള്ള എല്ലാ പെയേഴ്സിനും നേരത്തെ ചെയ്ത നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ എല്ലാ പെയേഴ്സിനും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഉണ്ടോ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെ എഴുതുന്ന എല്ലാ സബ്സെറ്റിനും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്ന സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റിനും ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ലാറ്റിസ് ഇസ് എ കംപ്ലീറ്റ് ലാറ്റിസ്. ഓക്കെ, ദെൻ ബൗണ്ടഡ് ലാറ്റിസ്. A lattice which has a greatest element and a least element is called a bounded lattice. നമ്മൾ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ലീസ്റ്റ് എലമെൻറ്റും പഠിച്ചതാണ്. ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് മീൻസ് നമ്മൾ വരയ്ക്കുന്ന SI ഡയഗ്രത്തിന് അതിന് മുകളിൽ വേറെ എലമെൻറ്റ് ഉണ്ടാവാനും പാടില്ല, അതിന് പാരലലായിട്ട് വേറൊരു എലമെൻറ്റ് വരാനും പാടില്ല. ഒറ്റ എലമെൻറ്റ് മാത്രമേ ഏതൊരു SI ഡയഗ്രത്തിനും ഗ്രേറ്റസ്റ്റ് എലമെൻറ്റായിട്ട് ലീസ്റ്റ് എലമെൻറ്റുമായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ലാറ്റിസ് ഉണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ബൗണ്ടഡ് ലാറ്റിസ്. ഓക്കെ, എ ലാറ്റിസ് വിച്ച് ഹാസ് എ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ആൻഡ് ലീസ്റ്റ് എലമെൻറ്റ് ഈസ് കോൾഡ് എ ബൗണ്ടഡ് ലാറ്റിസ്. അതായത് SI ഡയഗ്രാം വിത്ത് എ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ആൻഡ് എ ലീസ്റ്റ് എലമെൻറ്റ്. ദെൻ വി ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് lattice or not. അങ്ങനെ lattice ആണെങ്കിൽ that lattice is also known as bounded lattice because it has a greatest element and a least element. So in bounded lattice we have to know about some result. A or 1 equal to 1, A and 1 equal to A or 0 equal to A, and A and 0 equal to 0. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഓർ ഓപ്പറേറ്ററും ആൻഡ് ഓപ്പറേറ്ററും എല്ലാം പഠിച്ചതാണ്. ആൻഡിൻ്റെ റിസൾട്ട് എപ്പോഴാണ് 1 ആവുക? രണ്ട് ഇൻപുട്ട് എടുക്കുന്ന രണ്ടും 1 ആണെങ്കിൽ ആൻഡിൻ്റെ റിസൾട്ട് 1 ആയിരിക്കും. സോ ഹിയർ ആൻഡ് ഓപ്പറേഷൻ A ആൻഡ് 1. സോ ഇതെന്തായിട്ട് 1 കിട്ടില്ല, കാരണം A എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്കറിയില്ല. A ആൻഡ് 1. സോ A ആൻഡ് 1 ചെയ്യുമ്പോൾ റിസൾട്ട് ഈസ് A ആൻഡ് 0 റിസൾട്ട് ഈസ് ഓൾവേസ് ഫോൾസ്. നമ്മൾ 1നെ ട്രൂ എന്നും 0നെ ഫോൾസ് എന്നും പറഞ്ഞിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ 0 ആയിട്ടാണ് ആൻഡ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് ഈസ് ഓൾവേസ് 0. ദെൻ A ഓർ 1, ഒരു ഇൻപുട്ട് 1 ആണ്. സോ ദ റിസൾട്ട് ഈസ് 1. A ഓർ 0, ഇൻപുട്ട് 0 ആണ്. സോ ദ റിസൾട്ട് ഈസ് A itself. This is the basic result when we studied about lattices. നമ്മൾ 1ൻ്റെ കൂടെ ഓർ ചെയ്യുമ്പോൾ we will get 1, 0ൻ്റെ കൂടെ ഓർ ചെയ്യുമ്പോൾ we will get the same element. A and 1 will result the same element, A and 0 will result as 0. Okay, then let us look at theorem. Prove that every finite lattice is bounded. Prove that every finite lattice is bounded. That means നമുക്കൊരു ഫൈനൈറ്റ് സെറ്റ് തന്നിട്ടുണ്ടാവും അല്ലേ, അതിനെയാണല്ലോ നമ്മൾ ലാറ്റിസസ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. സോ ആ ലാറ്റിസ് ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഫൈനൈറ്റ് ലാറ്റിസസ് ഒക്കെ ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ തരുന്ന സെറ്റിലുള്ള ആ സെറ്റ് വെച്ചിട്ട് റിലേഷൻ എഴുതി SI ഡയഗ്രാം പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് that SI diagram will contain
a greatest element and least element. So finite ആണെങ്കിൽ നമ്മൾ എഴുതുന്ന സെറ്റിന് എന്തായിട്ട് ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും, ഒരു മിനിമം വാല്യൂ ഉണ്ടാവും. അത് തന്നെയായിരിക്കും നമുക്ക് ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ലീസ്റ്റ് എലമെൻറ്റും ആയിട്ട് കിട്ടുക എസ് എ ഡയഗ്രം പ്ലോട്ട് ചെയ്യുന്ന സമയത്ത്. സോ ഹിയർ ഫോർമലി വി ക്യാൻ പ്രൂവ് ഇറ്റ് ആസ് given L equal to A1, A2, etc. AN. Since L contains finite number of elements, അതുകൊണ്ടാണ് A1, A2, etc. AN, where N is the total number of elements in the given set L. The greatest element of L is A1 or A2 or etc. or AN. OR ചെയ്യുന്നത് എന്തിനാ? ജോയിൻ ഓപ്പറേഷൻ ആണ് അല്ലേ? So greatest element of L is A1 or A2 or etc. AN കാണുമ്പോൾ we will get a value. In order to find least element of L, A1 and A2 and etc. and AN. Okay. So finite സെറ്റിൽ നമ്മൾ ഈ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എല്ലാം കാണുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്ത് കിട്ടുമല്ലോ. നമ്മളിപ്പോൾ അറ്റ് എ ടൈം 2 പെയർ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിലും 4 പെയേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ല അതിൽ കൂടുതൽ പെയേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്ന പെയേഴ്സിന് അത് ഫൈനൈറ്റ് ആണെങ്കിൽ ദർ ഷുഡ് ബി എ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആൻഡ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് വെദർ ദാറ്റ് കണ്ടെയ്ൻസ് ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ആൻഡ് ലീസ്റ്റ് എലമെൻറ്റ്. ഈ ഒരു എല്ലാത്തിനും ഒന്നിച്ച് നമ്മൾ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ലീസ്റ്റ് എലമെൻറ്റും കാണുന്ന സമയത്ത് നിങ്ങളിപ്പം ഒരു എസ് എ ഡയഗ്രാം വരച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ എസ് എ ഡയഗ്രാം യു ആർ പ്ലോട്ടഡ്. ഇതിനെ എല്ലാത്തിനും ഒരുമിച്ചാണ് നമ്മൾ ഓർ ഓപ്പറേഷൻ ചെയ്യുന്നത് അല്ലേ? എല്ലാ വെർട്ടിസസിനെയും ഒരുമിച്ചാണ് ഓർ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന അപ്പർ ബൗണ്ട് എലമെൻറ്റ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. എല്ലാ എലമെൻസിനും കോമൺ ആയിട്ട് വരുന്ന അപ്പർ ബൗണ്ട് എലമെൻറ്റ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. 7ൻ്റെ മുകളിൽ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സിമിലർലി എല്ലാ എലമെൻസിനും കോമൺ ആയിട്ട് വരുന്ന ലോവർ ബൗണ്ട് എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1ൻ്റെ താഴെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ നമുക്ക് കിട്ടുന്നത് ആ വരച്ച എസ് എ ഡയഗ്രത്തിന് ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ലീസ്റ്റ് എലമെൻറ്റും തന്നെയായിരിക്കും. ഇഫ് വി അപ്ലൈ ഓർ ആൻഡ് ഓപ്പറേഷൻ ഫോർ ദ ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് ഇൻ ദ സെയിം ടൈം. ഓക്കെ, സോ ഇൻ ദിസ് വേ വി ആർ പ്രൂവിങ് ദാറ്റ് എവരി ഫൈനൈറ്റ് elements in a lattice has a greatest element and a least element. That means it is bounded. Okay, so this is all about complete lattice and a bounded lattice.